ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപ്പകാലത്ത് ഞങ്ങളുടെ ഉമ്മ ഉണ്ടാക്കി തന്ന ഒരു സ്വീറ്റ് ഡിഷാണ്. പാൽവാഴയ്ക്ക എന്ന് പറയും. അതിന് വേണ്ട സാധനങ്ങൾ: പഴം, 2 പഴം എടുത്തിട്ടുണ്ട്, അത് ഞാൻ 3 പീസാക്കി വെച്ചിട്ടുണ്ട്. ഏത്തപ്പഴം, അരിപ്പൊടി, 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ, ആവശ്യത്തിനുള്ള പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, ഏലക്കാപ്പൊടി. ഇനി നമുക്ക് പൊടി വാട്ടിയെടുക്കാം. പത്തിരിയും ഇടിയപ്പത്തിനും വാട്ടുന്ന പോലെ പൊടി വാട്ടിയെടുക്കാം. പാത്രം അടുപ്പത്ത് വെച്ച് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അതിന് നമുക്ക് കുറച്ച് ഉപ്പിട്ട് നല്ലപോലെ തിളക്കട്ടെ. ഇനി നമുക്ക് പൊടി വാട്ടിയെടുക്കാം. നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന പൊടി, ഒരു കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇടിയപ്പത്തിനൊക്കെ വാട്ടുന്ന പോലെ നമ്മൾ വാട്ടിയെടുക്കാം. പൊടി ചൂടാറുമ്പോൾ നമുക്കത് നല്ല പോലെ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴയ്ക്കണം. നമ്മൾ ഈ പഴം കത്തി കൊണ്ട് പതുക്കെ ഒന്ന് ഇങ്ങനെ പൊളിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പഴം കുറച്ചുള്ളിലേക്ക് വെച്ചിട്ട് പഴത്തിനെ പൊതിഞ്ഞെടുക്കുക. ഇതുപോലെ പഴത്തിനെ നമ്മൾ പൊടി കൊണ്ട് നല്ലപോലെ പൊതിഞ്ഞെടുക്കാം. നമുക്ക് എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. ഈ കത്തി കൊണ്ട് പതുക്കെ ഒന്ന് ഇങ്ങനെ പൊളിച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മളെല്ലാം ഇതുപോലെ ചെയ്ത് പഴത്തിനെ നല്ലപോലെ പൊതിഞ്ഞ് എടുക്കാം. ഇതുപോലെ നമ്മൾ എല്ലാം പഴം പൊതിഞ്ഞെടുത്തു. ഇതിനെ 3-ാം പാലിൽ ആദ്യം വേവിക്കണം. നമുക്ക് വേവിച്ചിട്ട് വരാം. നമ്മൾ വാട്ടിയ പാത്രത്തിൽ തന്നെ 3-ാം പാൽ ഒഴിച്ച് തീ കത്തിക്കാം. തിളക്കട്ടെ. പാൽ തിളച്ച് വരുമ്പോൾ നമ്മൾ പഴം പതുക്കെ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പതുക്കെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ തിളക്കുക. നമ്മൾ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇടയ്ക്ക് ഇത് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊതിഞ്ഞത് ഇളകി പോകും. ഒരു 15 മിനിറ്റെങ്കിലും ഇത് വേവിക്കാനിടണം. പഴം നല്ലപോലെ വെന്ത് കിട്ടണമല്ലോ. നമുക്കിത് വേണമെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ പഴം ഒന്ന് ആവി കയറ്റിയിട്ട് ഇതുപോലെ ചെയ്താൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചുറ്റിച്ചു കൊടുക്കണം. അധികം ഇളക്കരുത്. നല്ലപോലെ പഴം വേവട്ടെ. ഇപ്പോൾ പഴം ഒരുവിധം വേവായി. പഴം ഇപ്പോൾ ഒരുവിധം വേവായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാം പാൽ ഒഴിക്കാം. നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര, അത് ഓരോരുത്തർ മധുരം അനുസരിച്ച് ഇടണം. ഞാൻ ഇതിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. പഞ്ചസാര ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ പതുക്കെ ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മൂടി ഒഴിക്കാം. നല്ലപോലെ തിളച്ച് പഞ്ചസാരയും ഇതെല്ലാം പഴത്തിൽ നല്ലപോലെ പിടിച്ച് ഇപ്പോൾ നല്ലപോലെ തിളക്കട്ടെ. അത് ഇളക്കി കുറച്ച് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി ഞാൻ ഇതിലൊഴിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഒരുവിധം കുറുകിയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട്
പഴമെല്ലാം വെന്ത് അതെല്ലാം റെഡിയായി. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ഏലക്കപ്പൊടി വിതറുക. ഒന്നാം പാൽ ഒഴിച്ചാൽ അധികം തിളയ്ക്കേണ്ട. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഡിഷ് ശരിയായി. നമ്മൾ നെയ്യിൽ ഉള്ളി താളിച്ച് ചേർക്കുകയാണ്. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനിലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം.